ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു മെൽബൺ കേരള കഫേ. സൂപ്പർ ഡെലിഷ്യസ് ആയിട്ടുള്ള ചോക്ലേറ്റ് മഡ് കേക്കാണ് ഇന്നത്തെ നമ്മുടെ റെസിപ്പിയിലേക്ക് പോകുന്നതിന് മുമ്പ് ചാനൽ ആദ്യമായിട്ട് കാണുന്നവരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുതേ. കണ്ടു നോക്കാം വളരെ എളുപ്പത്തിൽ ഈ ചോക്ലേറ്റ് മഡ് കേക്ക് എങ്ങനെയാണ് ഉണ്ടാക്കുന്നതെന്ന്. ഒരു പാത്രം അടുപ്പിൽ വെച്ച് ചൂടാവുമ്പോൾ അതിലേക്ക് 100 ഗ്രാം ബട്ടർ നമുക്ക് ഇട്ട് കൊടുക്കാം. അൺസോൾട്ടഡ് ഉപ്പില്ലാത്ത ബട്ടറാണ്. ഇതിലേക്ക് 100 ഗ്രാം ഡാർക്ക് ചോക്ലേറ്റ് ചേർത്ത് കൊടുക്കാം. 1/4 കപ്പ് പഞ്ചസാര ചേർത്ത് കൊടുക്കാം. ഇതിലേക്ക് നമുക്ക് 1 ടീസ്പൂൺ ഇൻസ്റ്റൻറ്റ് കാപ്പിപ്പൊടി, അത് ഏത് ബ്രാൻഡ് വേണമെങ്കിലും എടുക്കാം. അത് ഏകദേശം 3/1 കപ്പ് വെള്ളത്തിൽ നന്നായിട്ട് കലക്കി ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കാം. ഇനി ഇതെല്ലാം കൂടെ നന്നായിട്ട് അലിഞ്ഞു ചേരുന്നവരെ ചെറിയ തീയിലിട്ട് നമുക്ക് ഇളക്കിക്കൊണ്ടിരിക്കാം. ബട്ടറുണ്ട്, ചോക്ലേറ്റ്, പഞ്ചസാര, കാപ്പിപ്പൊടി ഇതെല്ലാം കൂടെ നന്നായിട്ട് അലിഞ്ഞു വരട്ടെ. ഇപ്പോൾ നമ്മുടെ ചോക്ലേറ്റ് സിറപ്പ്, നല്ല ഡാർക്ക് ചോക്ലേറ്റ് സിറപ്പ് പോലില്ലേ, നോക്കിയേ, നല്ല സ്മൂത്തായിട്ട് ഇത് മെൽറ്റായിട്ട് വന്നിട്ടുണ്ട്. ഇനി നമുക്കിത് ഇച്ചിരി നേരം ഒന്ന് തണുക്കാൻ വെക്കാം. ഇപ്പം നമ്മൾ ഉണ്ടാക്കിയെടുത്ത ഈ ചോക്ലേറ്റ് സിറപ്പ് നന്നായി തണുത്തതിന് ശേഷം ഞാനൊരു ബൗളിലേക്ക് മാറ്റിയിട്ടുണ്ട്. ഇതിലേക്ക് നമ്മൾ 1/4 കപ്പ് പാലാണ് ഒഴിച്ചു കൊടുക്കുന്നത്. ഇതിലേക്ക് നമ്മൾ 2 മുട്ട ചേർക്കും. പക്ഷേ ഓരോ മുട്ട ചേർത്ത് നമുക്ക് നന്നായിട്ട് ആദ്യം ഒന്ന് ബീറ്റ് ചെയ്തെടുക്കണം. കൈകൊണ്ട് തന്നെയാണ് നമ്മളിത് ബീറ്റ് ചെയ്യുന്നത്. 1/4 കപ്പ് പാലും 1 മുട്ടയും ചേർത്തതിന് ശേഷം നന്നായിട്ട് കൈകൊണ്ട് തന്നെ ബീറ്റ് ചെയ്യുക. ബീറ്ററിൻ്റെ ഒന്നും ആവശ്യമില്ല, വിസ്കും കൊണ്ട് നന്നായിട്ട് ബീറ്റ് ചെയ്ത് കൊടുത്താൽ മതി. അപ്പോൾ നമുക്ക് അതൊന്ന് ബീറ്റ് ചെയ്തെടുക്കാം. ആദ്യം ഇതിലേക്ക് 2ാമത്തെ മുട്ട ചേർത്ത് കൊടുക്കാം. ഇത് ചേർത്തതിന് ശേഷം നന്നായി കൈകൊണ്ട് ബീറ്റ് ചെയ്യണം. നമ്മൾ 2 മുട്ട ചേർത്ത് നന്നായിട്ട് കൈകൊണ്ട് തന്നെ നമ്മൾ ബീറ്റ് ചെയ്തെടുത്തിട്ടുണ്ട്. നന്നായിട്ട് വന്നിട്ടുണ്ട്. അപ്പോൾ നമ്മുടെ വെറ്റ് ഇൻഗ്രീഡിയൻസ് എല്ലാം ഇവിടെ റെഡി ആയിട്ടിരിക്കുകയാണ്. നമുക്കിനി നമ്മുടെ ഡ്രൈ ഇൻഗ്രീഡിയൻസ്, അതായത് നമ്മുടെ പൊടി ഇട്ട് കൊടുക്കും. ബൗളിന് മുകളിലായിട്ട് ഒരു അരിപ്പ് വെച്ചിട്ട് നമ്മൾ ഡ്രൈ ഇൻഗ്രീഡിയൻസ് എല്ലാം ഇതിലാണ് ഇടുന്നത്. ഇതിലേക്ക് 1/4 കപ്പ് ഓൾ പർപ്പസ് ഫ്ലോർ അല്ലെങ്കിൽ മൈദാപ്പൊടിയാണ് നമ്മൾ ഇപ്പോൾ ചേർത്ത് കൊടുക്കുന്നത്. ഇതിലേക്ക് 1 ടേബിൾ സ്പൂൺ കൊക്കോ പൗഡർ ചേർത്ത് കൊടുക്കാം. 1 ടീസ്പൂൺ ബേക്കിംഗ് പൗഡർ. ഇതിലേക്ക് 1/4 ടീസ്പൂൺ ബേക്കിംഗ് സോഡയും 1 നുള്ളി ഉപ്പും ചേർത്ത് കൊടുക്കാം. ഇതെല്ലാം കൂടെ നന്നായിട്ട് ഈ അരിപ്പയിൽ കൂടെ അരിച്ച് നമുക്ക് ചേർത്ത് കൊടുക്കാം. അപ്പോൾ അവസാനം വരുമ്പോൾ ആ ചോക്ലേറ്റ് പൗഡറിൻ്റെ ചെറിയ കട്ടയൊക്കെ വരും. അത് ഒരു സ്പൂണും കൊണ്ടോ തവി കൊണ്ടോ ഒന്ന് ഉടച്ച് അതും കൂടി ഇതിലേക്ക് നന്നായിട്ട് ചേർത്ത് കൊടുക്കാം. ഇതെല്ലാം കൂടെ നമുക്ക് നന്നായിട്ട് ഇളക്കിയെടുക്കാം. നമുക്ക് ബീറ്ററിൻ്റെ ഒന്നും ആവശ്യമില്ല. വിസ്ക് ഉപയോഗിച്ച് നല്ല സ്മൂത്ത് ബാറ്ററായിട്ട് നമുക്ക് ഇത് മിക്സ് ചെയ്തെടുക്കാം. മഡ് കേക്കിൻ്റെ ബാറ്റർ നമ്മൾ നന്നായിട്ട് കൈകൊണ്ട് തന്നെ നല്ലതായിട്ട് ബീറ്റ് ചെയ്തെടുത്തിട്ടുണ്ട്. നല്ല സ്മൂത്തായിട്ട് വന്നിട്ടുണ്ട്. ഇതാണ് മഡ് കേക്കിൻ്റെ ബാറ്ററിൻ്റെ കൺസിസ്റ്റൻസി. ഇത്രയും ലൂസായിട്ട് വേണം ഇരിക്കാൻ. ഇനി നമുക്കിതൊരു കേക്ക് ടിന്നിലേക്ക് ഒഴിച്ചു കൊടുത്ത് നമുക്ക് ബേക്ക് ചെയ്തെടുക്കാം. ഞാനൊരു റൗണ്ട് ബേക്കിംഗ് ട്രേ എടുത്തിരിക്കുന്നത് 7 ഇഞ്ചിൻ്റെ. ഇതിലേക്ക് നമുക്കിനി ബാറ്റർ ഒഴിച്ചു കൊടുക്കാം. നമ്മൾ ബാറ്റർ ഇതിലേക്ക് ഒഴിച്ചു കൊടുത്തു. ജസ്റ്റ് ഇതൊന്ന് ഇങ്ങനെ ടാപ്പ് ചെയ്ത് കൊടുക്കാം. ഇന്നത്തെ എയർ ബബിൾസ് ഒക്കെ ഉണ്ട് ഒന്ന് പോകാനായിട്ട്. ഇനി ഇത് 180 ഡിഗ്രി സെൽഷ്യസിൽ 10 മിനിറ്റ് ചൂടായ അവനിലേക്ക് വെച്ച് നമുക്കൊരു 50 മുതൽ 55 മിനിറ്റ് വരെ ബേക്ക് ചെയ്യണം. അമ്പത്തഞ്ച് മിനിറ്റിന് ശേഷം ഞാൻ കേക്ക് പുറത്തെടുത്തിട്ടുണ്ട്. നിങ്ങൾക്ക് 50 മിനിറ്റ് വേണേലും വെച്ച് കൊടുക്കാം. അതിനുശേഷം ഒന്ന് ഇടയ്ക്കൊന്ന് നോക്കി കൊടുത്താൽ മതി. 55 മിനിറ്റ് ആണെങ്കിലും കറക്റ്റാണ്. അപ്പോൾ ഇതിൻ്റെ പുറമൊക്കെ നന്നായിട്ട് സോഫ്റ്റാണ്. പക്ഷേ പുറവശം കുറച്ചിങ്ങനെ ക്രാക്ക് വന്നിട്ടുണ്ട്. അതൊന്നും സാരമില്ല. നമ്മൾ അതിനെ ഇനി ജസ്റ്റ് ഒന്ന് ലെവൽ ചെയ്ത് കൊടുക്കും. ഇനി നമുക്കിതൊരു സ്ക്യൂർ ഇട്ടൊന്ന് കുത്തി നോക്കാം. അപ്പം അതിനകമൊക്കെ നന്നായിട്ട് വെന്തിട്ടുണ്ട്. ഒട്ടും കയ്യിലൊന്നും ഒട്ടിപ്പിടിക്കുന്നില്ല. അതിൻ്റെ അകത്ത് നന്നായിട്ട് കുക്കായി വന്നിട്ടുണ്ടെന്നാണ്. നമ്മൾ കേക്ക് ഇതിൽ നിന്നൊക്കെ എടുത്തിപ്പം നല്ല സോഫ്റ്റ് ആയിട്ടുണ്ട്. ഇതിപ്പോൾ ഞാനൊരു തണുക്കാനായിട്ട് വയർ റാക്കിൽ വെച്ച് കൊടുത്തിരിക്കുകയാണ്. ഇത് കുറച്ച് നേരം ഇവിടെ നിന്ന് തണുക്കട്ടെ. ഈ സമയം കൊണ്ട് നമുക്ക് ഇതിൻ്റെ മുകളിൽ ഒഴിക്കാനുള്ള ചോക്ലേറ്റ് ഗനാഷ് ഉണ്ടാക്കാം. ഈ ചോക്ലേറ്റ് ഗനാഷ് ഉണ്ടാക്കാൻ നമ്മളൊരു ഡബിൾ ബോയിലിംഗ് മെത്തേഡാണ് യൂസ് ചെയ്യുന്നത്. ഒരു പാത്രത്തിൽ താഴെ വെള്ളം തിളയ്ക്കുന്നുണ്ട്. അതിൻ്റെ മുകളിൽ നമ്മളൊരു ഗ്ലാസ് ബൗൾ വെച്ച് കൊടുത്തിട്ട് ഇത് 100 ഗ്രാം ഡാർക്ക് ചോക്ലേറ്റാണ് ഇട്ട് കൊടുക്കുന്നത്. ഇനി ഇതിലേക്ക് 50 ഗ്രാം ബട്ടർ ഇട്ട് കൊടുക്കുന്നുണ്ട്. ഇതിലേക്ക് 1/2 കപ്പ് വിപ്പിംഗ് ക്രീമാണ് ഒഴിച്ചു കൊടുക്കുന്നത്.
അല്ലെങ്കിൽ ഫ്രഷ് ക്രീം. ഇനി ഇത് മൂന്നും കൂടെ ചേർത്ത് നമുക്ക് ഉരുക്കിയെടുക്കണം. ഇതിപ്പം ആ വെള്ളം താഴെ തിളയ്ക്കുന്നുണ്ടല്ലോ, അതിൻ്റെ ആ ചൂടും കൊണ്ട് ഇതിപ്പം നന്നായിട്ട് ഉരുകി വരും. ഇങ്ങനെയാണ് നമ്മൾ ചോക്ലേറ്റ് ഗനാഷ് ഉണ്ടാക്കുന്നത് കേട്ടോ. നമുക്ക് ഇടയ്ക്ക് ഇങ്ങനെ ഇളക്കിക്കൊണ്ടിരിക്കാം. ഇപ്പോൾ നമ്മുടെ ചോക്ലേറ്റ് ഗനാഷ് റെഡിയായി കണ്ടോ. ഇതുപോലെ നല്ല സ്മൂത്തായിട്ട് വരും. ഇനി ഇത് നമുക്ക് നന്നായിട്ട് തണുക്കാൻ വെക്കണം. തണുത്തതിന് ശേഷമാണ് നമ്മളിത് കേക്കിൻ്റെ മുകളിലേക്ക് ഒഴിച്ചു കൊടുക്കുന്നത്. അപ്പോൾ നമുക്കിത് തണുക്കാൻ വെക്കാം. കേക്ക് നന്നായിട്ട് തണുത്ത് വന്നിട്ടുണ്ട്, നല്ല സോഫ്റ്റാണ്. ഇതിൻ്റെ മുകൾ ഭാഗം നമുക്കൊന്ന് ലെവൽ ചെയ്ത് കൊടുക്കാം. ചിലപ്പോൾ ഇച്ചിരി പൊങ്ങിയൊക്കെ ഇരിക്കും, അപ്പം അതെല്ലാം ഒന്ന് ലെവലാക്കി കൊടുക്കാം. ഇപ്പോൾ നമ്മൾ കേക്ക് ലെവൽ ചെയ്തെടുത്തു. ഇതിൻ്റെ മുകളിലേക്ക് ഇനി നമ്മൾ ഉണ്ടാക്കി വെച്ച ചോക്ലേറ്റ് ഗനാഷ് ഒഴിച്ചു കൊടുക്കാം. എല്ലായിടത്തും നന്നായിട്ട് സ്പ്രെഡ് ആകുന്ന രീതിയിൽ വേണം ഇത് ഒഴിച്ചു കൊടുക്കാൻ. ഇന്ന രസം അത് വീഴുന്ന കാണാനല്ലേ. നല്ല സിൽക്കി ആയിട്ടുള്ള നല്ല ചോക്ലേറ്റിൻ്റെ സിറപ്പ്. ഇനി ഈ കേക്ക് കട്ട് ചെയ്യുന്നതിന് മുമ്പ് ഫ്രിഡ്ജിൽ ഒരു 3-4 മണിക്കൂർ വെക്കാം. എന്നാലേ ഗനാഷ് നന്നായി സെറ്റായി വരത്തുള്ളൂ. കട്ട് ചെയ്യുമ്പോൾ നമുക്ക് നല്ല ഷേപ്പിൽ കിട്ടത്തുള്ളൂ. ഇപ്പം നമ്മുടെ മഡ് കേക്ക് ഇപ്പം നന്നായിട്ട് ഫ്രിഡ്ജിലിരുന്ന് അതിൻ്റെ ചോക്ലേറ്റ് ഗനാഷൊക്കെ ഒന്ന് സെറ്റായി വന്നിട്ടുണ്ട്. നമുക്കിനി ഇതൊന്ന് കട്ട് ചെയ്തെടുക്കാം. സൂപ്പർ ഡെലിഷ്യസ് ചോക്ലേറ്റ് മഡ് കേക്ക് നമ്മൾ ഉണ്ടാക്കി കഴിഞ്ഞു. തീർച്ചയായിട്ടും നിങ്ങൾ ഒരു പ്രാവശ്യമെങ്കിലും ഇത് ഉണ്ടാക്കി നോക്കണം. കുട്ടികൾക്ക് വളരെ ഇഷ്ടപ്പെടും. പുതിയൊരു റെസിപ്പിയുമായി നമുക്ക് വീണ്ടും അടുത്ത വീഡിയോയിൽ കാണാം. Sprinkling a pinch of love into your cooking and life. Thank you for watching. Take care. Bye-bye.